ഇന്നൊരു കിച്ചൺ വ്ലോഗ് ആയാലോ. ഉച്ചക്കത്തേക്കുള്ള ചോറ് അടുപ്പത്തിരുന്ന് തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഒരു ചൂര കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ വെട്ടിയെടുക്കാനായിട്ട് പോവുകയാണ്. അത് വെട്ടി പീസാക്കി കൊണ്ടുവന്നപ്പോഴത്തേക്കും അമ്മ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ മൺചട്ടിയിലാണ് കറി വയ്ക്കുന്നത്. മൺചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും ഉലുവ പൊട്ടി വരുന്ന സമയം കൊണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ 2 പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് അത് നന്നായിട്ട് വഴറ്റി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അത് ജസ്റ്റ് ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. കാശ്മീരി മുളക് പൊടിയും ആവശ്യത്തിന് ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മളിവിടെ കറികൾക്കെല്ലാം കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അതാകുമ്പോൾ ഓവറായിട്ടുള്ള എരിവും കാണില്ല, അതേപോലെ തന്നെ കറിക്ക് നല്ല ഒരു കളറും കിട്ടും കേട്ടോ. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയം കൊണ്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന കൊടംപുളി എടുത്തിട്ട് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കറിയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ടൈമിനാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം കറിക്ക് ആവശ്യമുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെള്ളവും ഒഴിച്ച് നന്നായിട്ട് ആ ഗ്രേവി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വയ്ക്കുകയാണ് കേട്ടോ. അത് തിളച്ച് വരുന്നത് വരെ നമ്മൾ ചൂരയുടെ പീസ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നില്ല. അത് തിളച്ച് വരുന്ന സമയം കൊണ്ട് മീൻ വറുക്കാനുള്ള കാര്യങ്ങളും കൂടെ ചെയ്യുകയാണ് കേട്ടോ. ചൂര മുറിച്ച് വെച്ചിരിക്കുന്ന പീസിനകത്തോട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഗരം മസാല ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റില്ല, അതുകൊണ്ട് എപ്പോഴും നമ്മൾ മീൻ വറുത്തേക്കൊക്കെ ഗരം മസാല ചേർത്ത് കൊടുക്കാറുണ്ട്. ഉപ്പും വിനാഗിരിയും ചേർത്ത് കൊടുത്തിട്ടാണ് കേട്ടോ നമ്മളിത് കുഴച്ചെടുക്കുന്നത്. വെള്ളം ഒഴിക്കുന്നില്ല, വിനാഗിരിയും ചേർത്താണ് ഇത് നമ്മൾ നന്നായിട്ട് പുരട്ടി വയ്ക്കുന്നത് കേട്ടോ. പുരട്ടി വെച്ച് കുറച്ച് നേരമേ റെസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് തന്നെ നമ്മൾ അപ്പുറത്തെ അടുപ്പിലോട്ട് അത് ഫ്രൈ ചെയ്യാനുള്ള പരിപാടിയും കൂടെ നോക്കുന്നുണ്ട്. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പീസുകളെല്ലാം എടുത്ത് ഇടുന്നുണ്ട് കേട്ടോ. എല്ലാ ചൂരയുടെ പീസുകൾ അതിനകത്തോട്ട് എടുത്ത് വെച്ചിട്ട് വീണ്ടും നമ്മൾ ഇളക്കിയിട്ട് അടച്ച് വെച്ച് വേവിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ മീൻ വറുക്കാനുള്ള കാര്യങ്ങളും കൂടെ ചെയ്യുവാണ്. തൊട്ടപ്പുറത്തെ ഇതിൽ നമ്മൾ മീൻ വറുക്കാനുള്ള ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് കേട്ടോ നമ്മൾ വറുക്കാനുള്ള പീസ് ഇടുന്നത്. അപ്പോൾ ഒരു പ്രത്യേക സ്മെല്ലുണ്ടാകും. മാത്രമല്ല അടിയിൽ പിടിക്കില്ല കേട്ടോ. ചട്ടിയിൽ ഒട്ടിപ്പിടിച്ചിട്ട് മീൻ വറുത്ത അങ്ങനെ മോശമായി പോകത്തില്ല കേട്ടോ. നല്ല കറക്റ്റായിട്ട് തന്നെ നമുക്കത് മുരിഞ്ഞ് കിട്ടും. പിന്നെ നമ്മൾ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മോരാണ് കേട്ടോ കാച്ചിയെടുക്കുന്നത്. മിക്സിയുടെ ജാറിലോട്ട് മോരിട്ട് ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അങ്ങനെ മോര്. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ കറിയൊക്കെ ഏകദേശം വറ്റി വരുന്നുണ്ട്. മീൻ വറുത്തയുടെ ഒരു സൈഡും മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനത് ഒന്ന് മറിച്ചിട്ടുകൊണ്ടിരിക്കുവാണ്. പിന്നെ നമ്മൾ ആ ഒരു ടൈം കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് മോര് കാച്ചിയെടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഒരു മൺചട്ടിയിൽ തന്നെയാണ് നമ്മളിവിടെ മിക്ക കറികളും വെക്കുന്നത് കേട്ടോ. ചട്ടി വെച്ച് എണ്ണയൊഴിച്ച് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മുടെ കറിവേപ്പിലയൊക്കെ ചേർത്ത് വറ്റൽമുളകും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആ അടിച്ച് വെച്ചിരിക്കുന്ന മോര് അതിനകത്തോട്ട് ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കുകയാണ് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഈ മോര് തയ്യാറാക്കി എടുക്കാം. തേങ്ങ അരയ്ക്കുകയും വേണ്ട, ജോലിയും എളുപ്പത്തിൽ കഴിയും. മീൻ വറുത്തയെല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ കറിയെല്ലാം ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ചോറ് കഴിക്കാനായിട്ട് പോവാണ്. ചോറൊക്കെ എടുത്തു, നമ്മുടെ കറിയെല്ലാം റെഡി ആയിട്ട് നല്ല സൂപ്പറായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല കളറാണ്, ഇന്ന് കാണാനായിട്ട് തന്നെ ഒരു ചേലുണ്ട്. അപ്പം ഞാൻ നമ്മുടെ ചൂരക്കറിയെല്ലാം സൈഡിലോട്ട് വെച്ചിട്ടുണ്ട്. ചൂരക്കറിയുടെ ചാറൊക്കെ നന്നായിട്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ മോരും ഒരു സൈഡിലോട്ട് ഇച്ചിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പീസ് മീൻ വറുത്തയും കൂടെ വെക്കുന്നുണ്ട്. അപ്പോൾ ഉച്ചയ്ക്കത്തെ ഊണൊക്കെ കുശാലായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു സ്പെഷ്യൽ ഐറ്റം കൂടെ ഉണ്ട്, കറിനാരങ്ങ ഉപ്പിലിട്ട് വെച്ചതാണ്. അതിൻ്റെ റെസിപ്പി ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണേ. അപ്പം ഞാനത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.